നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് പെരുംജീരകം. അത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന 1-2 റെസിപ്പീസാണ്, 1-2 റെമഡീസാണ് ഇന്നത്തെ വീഡിയോയിൽ. ജീരകത്തിൽ ഒത്തിരി നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും എല്ലാം ഗുണം ചെയ്യുന്ന ഒത്തിരി വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം പെരുംജീരകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഡെയിലി നമ്മൾ പെരുംജീരകം കഴിച്ചാൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതായിരിക്കും. ഫസ്റ്റ് നമ്മുടെ റെസിപ്പി ജീരക വെള്ളമാണ്. വെള്ളം തിളക്കുമ്പോൾ ജീരകം ഇട്ടിട്ട് ഇറക്കി വയ്ക്കുക. ആറി കഴിയുമ്പോൾ അത് അരിച്ച് വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. ഇത് രാവിലെ വെറും വയറ്റിൽ നമുക്ക് കുടിക്കുന്നത് നല്ലതാണ്, നമ്മുടെ ദഹനത്തിനെല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ ദഹനത്തിന് പ്രശ്നമുള്ളവർക്കും ഈ വെള്ളം കുടിക്കുമ്പോൾ അവരുടെ വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഈ ജീരകവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഈ ജീരകവെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഒരു സ്റ്റീം ഫേഷ്യലാണ്. വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇതിൻ്റെ ആവി കൊള്ളിക്കണം. ഒരു ടവലൊക്കെ ഇട്ട് മൂടിയിട്ട് ആവി കൊള്ളിക്കണം. അതിനുശേഷം ഒരു സോഫ്റ്റ് ടവൽ എടുത്തിട്ട് പതിയെ, അധികം ബലം ഇല്ലാണ്ട് പ്രസ് ചെയ്യാതെ പതിയെ ഫേസ് തുടച്ചു കൊടുക്കുക. ഇത് നമ്മുടെ ഡെഡ് സെൽസ് കുറയ്ക്കാനും പോർസ് ക്ലീൻ ചെയ്യാനും വൈറ്റ് ഹെഡ്സ് കുറയ്ക്കാനൊക്കെ സഹായിക്കും. സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഫ്രഷ് ആയിട്ടിരിക്കാനും എല്ലാം ഇത് നല്ലതാണ്. ഇനി നമുക്ക് പെരുംജീരകം വെച്ചിട്ടൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. പെരുംജീരകത്തിൻ്റെ പൊടി അല്പം എടുത്തിട്ട് അതിലേക്ക് തേനും തൈരും ചേർക്കുക, കുറച്ച് കടലമാവും കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. ഈ പാക്ക് നമുക്ക് പിമ്പിൾസിനും ആക്നെയ്ക്കും ഒക്കെ ഉപയോഗിക്കാം. നല്ല ആക്റ്റീവായിട്ടുള്ള ചുവന്ന പിമ്പിൾസിനൊക്കെ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്ന് ഹീൽ ചെയ്യും. പെരുംജീരകത്തിന് നല്ല തണുപ്പും അതുപോലെ ആൻറ്റി മൈക്രോബയൽ പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതുകൊണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് പിമ്പിൾസ് എല്ലാം കൂടാൻ കാരണമാവുന്ന ഇൻഫെക്ഷന് കാരണമാവുന്ന ജേംസിനെല്ലാം നശിപ്പിക്കാനുള്ള കഴിവും കൂടി ഉണ്ട് നമ്മുടെ പെരുംജീരകത്തിന്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്റ്റീവായിട്ടുള്ള പിമ്പിൾസ് കുറയുകയും അതുപോലെ തന്നെ കൂടുതൽ സ്പ്രെഡ് ആകാതിരിക്കാനും ഇത് സഹായിക്കും. ഈ നമ്മുടെ കണ്ണൊക്കെ കണ്ണിന് ചുറ്റും ചിലപ്പോൾ തടിച്ച് ചുവന്നൊക്കെ ഇരിക്കും. അതുപോലെ ചിലപ്പോൾ രാവിലെ ഉണരുമ്പോഴും ഇതുപോലുള്ളൊരു പഫിനെസ്സൊക്കെ കാണും. പിന്നെ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് വരുമ്പോഴും ഇതുപോലെ ചുവന്ന് വീർക്കലൊക്കെ കാണും. അത് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് ഈ പെരുംജീരകം പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു നനഞ്ഞ ടവലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ കണ്ണിന് മുകളിൽ വെച്ച് കൊടുക്കണം. ഒരു കണ്ണിന് മാത്രം ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ അത് എടുത്ത് മറ്റേ കണ്ണിലും കൂടി ആ പാഡ് വെക്കരുത്, ഇൻഫെക്ഷൻ പടരാനായിട്ട് കാരണമാവും. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പം തന്നെ നമുക്ക് ഈ പഫിനെസ് മാറിക്കിട്ടും. ഈ ജീരകത്തിനൊരു തണുപ്പുണ്ട്. ആ തണുപ്പും നമുക്ക് പെട്ടെന്ന് ഇത് ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കും. വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. റെമഡി ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.